വെൽക്കം ടു C++ പ്രോഗ്രാമിംഗ്. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് 3 ടോപ്പിക്സ് ആണ്. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്. ഫസ്റ്റ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ലൂപ്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ആ ലൂപ്സ് എന്താണെന്നുള്ളത് നമ്മൾ പറയുന്നതിന് മുന്നേ അത് യൂസ് ചെയ്യുന്ന സിറ്റുവേഷനിലെ കേസ് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയാം. ഒരു പ്രോഗ്രാമിൽ മെയിൻ്റെ അടിയിൽ കേളി ബ്രേസിൻ്റെ ഉള്ളിൽ എഴുതിയ ഓരോ ലൈനും സാധാരണയായിട്ട് ഒരു തവണയാണ് എക്സിക്യൂട്ട് ചെയ്യുക. പക്ഷേ ചില കേസിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ തവണ എന്ത് ചെയ്യേണ്ടി വരും, ആ ലൈനുകളെ എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. അത്തരം കേസിൽ നമ്മൾ സാധാരണ ചെയ്യുക എന്താ, വീണ്ടും വീണ്ടും അത് എഴുതി കൊടുക്കുക. അപ്പോൾ ഒരു ലൈൻ തന്നെ വീണ്ടും വീണ്ടും എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തല്ല, ഒരു നല്ല പ്രാക്ടീസ് അല്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾക്ക് എന്ത് ചെയ്യാം, ലൂപ്സ് എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് എത്ര തവണയാണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ആ കണ്ടീഷൻ നമ്മൾ ലൂപ്പിൻ്റെ ബ്രാക്കറ്റിൽ പറഞ്ഞിട്ട് കേളി ബ്രേസിൻ്റെ ഉള്ളിൽ നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യേണ്ട ലൈനുകൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത്രയും തവണ ആ ലൂപ്പ് എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്യും. നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റുകൾ വീണ്ടും വീണ്ടും എന്ത് ചെയ്യേണ്ട, എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പ്രോഗ്രാമിൽ വെൽക്കം എന്നുള്ള ഒരു തവണ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ സി ഔട്ട് വെൽക്കം എന്ന് എഴുതി. നമുക്ക് 10 തവണ അത് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യുക എന്താണ്, സി ഔട്ട് വെൽക്കം എന്ന് പറഞ്ഞാൽ 10 തവണ എഴുതുക. അതൊരു ശരിയായ പ്രാക്ടീസ് അല്ല. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ലൂപ്പ് ഉപയോഗിച്ചിട്ട് സി ഔട്ട് വെൽക്കം എന്നുള്ളത് അതിൻ്റെ ഉള്ളിൽ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് എത്ര തവണയാണോ നമുക്ക് വേണ്ട അത്രയും തവണ അത് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ഇനി നമുക്ക് ലൂപ്പിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് പറയാം. Loops are used to execute a set of statements repeatedly as long as the given condition is true. ഒരു കണ്ടീഷൻ ട്രൂ ആയിരിക്കുന്ന അത്രയും തവണ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റുകളെ റിപ്പീറ്റഡായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൂപ്പ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റുകളെ റിപ്പീറ്റഡായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ, ഒരു കണ്ടീഷൻ ട്രൂ ആയിരിക്കുന്ന അത്രയും തവണ റിപ്പീറ്റഡായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൂപ്സ് ഉപയോഗിക്കുന്നത്. ഇനി ഒരു ലൂപ്പിന് 2 ഭാഗങ്ങൾ അല്ലെങ്കിൽ 2 സെഗ്മെൻറ്റുകൾ ഉണ്ട് എന്ന് പറയാം. ഒന്ന് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന ഒരു ഭാഗം, അതിനെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. അത് ആദ്യം നമ്മൾ എഴുതുക. അതായത് എത്ര തവണ ഈ ലൂപ്പ് വർക്ക് ചെയ്യണം എന്നുള്ളത് ഒരു വേരിയബിളിൻ്റെ സഹായത്തോടുകൂടി, ആ വേരിയബിളിനെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്നും പറയും. അപ്പോൾ i< <10 എന്ന് പറയുമ്പോൾ എന്താണ്, i 10 ആവുന്നത് വരെ ഇത്രയും തവണ നടക്കുക. അപ്പോൾ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്, അതിനെ നമ്മൾ ആ ലൈനിനെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറയുക, ലൂപ്പിൻ്റെ ആ പോർഷനെ. അത് കഴിഞ്ഞിട്ട് കേളി ബ്രേസ് ഇട്ടിട്ട് എന്താണോ റിപ്പീറ്റ് ചെയ്യേണ്ട ലൈനുകൾ അതിനെ എഴുതി കൊടുക്കുന്ന ഒരു പോർഷൻ ഉണ്ട്, അതിനെ ബോഡി ഓഫ് ലൂപ്പ് എന്ന് പറയും. അപ്പോൾ റിപ്പീറ്റ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കൊടുക്കുന്ന ഭാഗത്തിനെ ബോഡി ഓഫ് ലൂപ്പ് എന്നും, എത്ര തവണ നടക്കണം എന്നുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന ഭാഗത്തിന് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്നും പറയും. അപ്പോൾ ഒരു ലൂപ്പിന് 2 ഭാഗങ്ങളാണുള്ളത്. ഇനി ഇവിടെ നമുക്ക് 3 ടൈപ്പ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. വൈൽ, ഡു വൈൽ, ഫോർ ലൂപ്പ്. അപ്പോൾ ഈ 3 ലൂപ്പുകളെ പറ്റി പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ഈ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതിനനുസരിച്ച് ലൂപ്പുകളെ 2 ടൈപ്പായിട്ട് ജനറലായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് പറയാം. ആദ്യത്തെ ടൈപ്പാണ് എൻട്രി കൺട്രോൾ ലൂപ്പ്. എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് പറയുമ്പോൾ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യണത് എവിടെയാണോ, അതായത് ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യുന്ന ആ ഭാഗത്താണോ അത് അതിൻ്റെ എൻഡ് ഓഫ് ദ ലൂപ്പിലാണോ, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ 2 ടൈപ്പ് ആക്കിയുള്ളത്. അപ്പോൾ എൻട്രി കൺട്രോൾ ലൂപ്പിൽ ലൂപ്പിനെ നിയന്ത്രിക്കുന്ന ഈ കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യണത് എപ്പോഴാണ്, ബിഫോർ എൻറ്ററിങ് ദ ബോഡി ഓഫ് ലൂപ്പ്, ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യണതിൻ്റെ മുന്നേ. അപ്പോൾ ഇൻ എൻട്രി കൺട്രോൾ ലൂപ്പ് ദ കണ്ടീഷൻ ഈസ് ടെസ്റ്റഡ് ബിഫോർ എൻറ്ററിങ് ദ ബോഡി ഓഫ് ലൂപ്പ്. ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യണതിൻ്റെ മുന്നേ അല്ലെങ്കിൽ ലൂപ്പിൻ്റെ എൻട്രി ഭാഗത്ത് തുടക്കത്തിലാണ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അത്തരം ലൂപ്പുകളെ എൻട്രി കൺട്രോൾ ലൂപ്പ് എന്നാണ് പറയുക. നമ്മളിവിടെ പഠിക്കുന്നതിൽ ഫോറും വൈലും എന്താണ്, എൻട്രി കൺട്രോൾ ലൂപ്പാണ്. ഇനി എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്താണെന്ന് നോക്കാം. അതിൻ്റെ നേരെ തിരിച്ച് ലൂപ്പിൻ്റെ അവസാനം അല്ലെങ്കിൽ ബോഡി ഓഫ് ലൂപ്പിൻ്റെ എൻഡിലാണ് നമ്മൾ എന്ത് ചെക്ക് ചെയ്യണത്, കണ്ടീഷൻ ചെക്ക് ചെയ്യണത്. അത്തരം ലൂപ്പുകൾ എന്തെന്നാ പറയുക, എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് പറയുക. അപ്പോൾ ഇൻ ദിസ് ടൈപ്പ് ഓഫ് ലൂപ്പ് ദ കണ്ടീഷൻ ഈസ് ടെസ്റ്റഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി ബോഡി ഓഫ് ലൂപ്പ്. അത്തരം ലൂപ്പുകളെയാണ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളായിട്ട് നമ്മളിവിടെ പഠിക്കുന്നത് ഏതാണ്, ഡു വൈൽ ലൂപ്പ് ഏതാണ്, എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ്. അടുത്തത് ലൂപ്പിംഗ് പ്രോസസ്സിൽ എന്തൊക്കെയാണ് നടക്കണമെന്നുള്ളത്. 4 കാര്യങ്ങളാണ് ഒരു ലൂപ്പിംഗ് പ്രോസസ്സിനകത്ത് ഉണ്ടാവുക. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ലൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു വേരിയബിൾ ഉണ്ടാവും, അത് വെച്ചിട്ടാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ.
അത്രയും തവണയാണ് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഈ കൺട്രോൾ വേരിയബിളിന് നമ്മൾ തുടക്കത്തിൽ ഒരു ഇനീഷ്യൽ വാല്യൂ കൊടുക്കണം, ഒരു വാല്യൂ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനാണ് ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്, ഇനീഷ്യലൈസേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. അപ്പോൾ ഒരു ലൂപ്പിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ഒരു ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ വാല്യൂ നമ്മൾ തുടക്കത്തിൽ എന്ത് ചെയ്ത് കൊടുക്കണം, ഇനീഷ്യലൈസ് ചെയ്തിരിക്കണം. രണ്ടാമതായിൽ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് വേണം. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞില്ലേ, ലൂപ്പ് കൺട്രോൾ വേരിയബിളിനെ നമ്മളൊരു കണ്ടീഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചെക്ക് ചെയ്യുന്നുണ്ട് ഇത്ര വരെ ആയോ എന്നുള്ളത്. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താണ്, ടെസ്റ്റിംഗ് കണ്ടീഷൻ ഫോർ എക്സിക്യൂഷൻ ഓഫ് ദ ലൂപ്പ്. ആ കണ്ടീഷൻ ടെസ്റ്റ് ചെയ്തതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് ട്രൂ ആണെങ്കിൽ ലൂപ്പ് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന ഒരു ഭാഗം വേണം. പിന്നെ മൂന്നാമതായിട്ട് എക്സിക്യൂഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ദ ലൂപ്പിൻ്റെ ഉള്ളിൽ എഴുതി കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ത് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ട്, അതായത് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂഷൻ എന്ന് പറയും. നാലാമത്തത് ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ്, അതായത് ഈ ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ നമ്മൾ ഒരു ലൂപ്പ് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഇൻക്രിമെൻറ്റ് ചെയ്യുകയോ ഡിക്രിമെൻറ്റ് ചെയ്യുകയോ ചെയ്യണം. എന്നെങ്കിൽ മാത്രമാണ് വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ട്രൂ ആണെങ്കിൽ വീണ്ടും സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ 4 കാര്യങ്ങൾ നിർബന്ധമായിട്ട് ഒരു ലൂപ്പിംഗ് പ്രോസസ്സിലുണ്ട്. ലൂപ്പ് കൺട്രോൾ വേരിയബിളിന് ആദ്യം നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യും, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുണ്ട്, അതായത് ഏത് വരെയാണോ വേണ്ടത് അതുവരെ ആയോ എന്നുള്ളത്. പിന്നെ അത് ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ഭാഗം വരും. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തവണ സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ആ വേരിയബിളിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലൂപ്പ് കൺട്രോൾ വേരിയബിളിനെ ഇൻക്രിമെൻറ്റ് ചെയ്യും അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ് ചെയ്യും. അതിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നീട് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ 4 പോർഷനാണ് ഉള്ളത്. ഇനി നമുക്ക് വൈൽ ലൂപ്പ് എന്താണെന്നുള്ളത് പഠിക്കാം. അപ്പോൾ വൈൽ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ലൂപ്പ്, വൈലായി ഡു വൈലായി ഫോർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ലൂപ്പ് എന്നുള്ള ഡെഫിനേഷൻ തന്നെയാണ് നമ്മളിവിടെ പറയുന്നത്. പിന്നെ എക്സ്ട്രാ അതിൻ്റെ പോയിൻറ്റ്സും കൂടി പറയാം. അപ്പോൾ വൈൽ ലൂപ്പ് ഈസ് യൂസ്ഡ് ടു എക്സിക്യൂട്ട് എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റഡ്ലി ആസ് ലോങ് ആസ് ദ ഗിവൺ കണ്ടീഷൻ ഈസ് ട്രൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കണ്ടീഷൻ ട്രൂ ആയിരിക്കുന്ന അത്രയും തവണ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റുകളെ റിപ്പീറ്റഡായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൈൽ ലൂപ്പ് ഉപയോഗിക്കുന്നത്. വൈൽ ലൂപ്പ് ഈസ് യൂസ്ഡ് ടു എക്സിക്യൂട്ട് എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് റിപ്പീറ്റഡ്ലി ആസ് ലോങ് ആസ് ദ ഗിവൺ കണ്ടീഷൻ ഈസ് ട്രൂ. ഇനി വൈൽ ലൂപ്പ് ഏത് ടൈപ്പ് ലൂപ്പാണെന്നാണ് നേരത്തെ പറഞ്ഞത്, ഒരു എൻട്രി കൺട്രോൾ ലൂപ്പാണ്. ലൂപ്പിൻ്റെ ബോഡി ഓഫ് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ട്രൂ ആണെങ്കിൽ മാത്രമാണ് ആ ബോഡി ഓഫ് ലൂപ്പ് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇനി വൈലിൻ്റെ സിൻറ്റാക്സ് നമുക്ക് പഠിക്കാം. നമ്മൾ ഈഫൊക്കെ പറഞ്ഞ പോലെ തന്നെ വൈൽ എന്ന് എഴുതും, ബ്രാക്കറ്റിൽ കണ്ടീഷൻ എഴുതും, പിന്നെ കേളി ബ്രേസ് ഇട്ടിട്ട് അതിനുള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതി കൊടുക്കുന്നത്. 2 ബ്രേസ്, ഓപ്പണിംഗ് ബ്രേസും വേണം ക്ലോസിംഗ് ബ്രേസും വേണം. അതിനുള്ളിലാണ് റിപ്പീറ്റ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റുകളെ നമ്മൾ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് വൈലിൻ്റെ സിൻറ്റാക്സ്, വൈൽ ബ്രാക്കറ്റിൽ കണ്ടീഷൻ കേളി ബ്രേസ് ഇട്ടിട്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ഈഫ് എന്നൊക്കെയുള്ള വ്യത്യാസം പറയുമ്പോൾ എന്താണ്, ഈഫിൻ്റെ ഉള്ളിൽ എഴുതി കൊടുക്കുന്ന ലൈന് ഒരു തവണയാണ് എക്സിക്യൂട്ട് ചെയ്യുക. ഇവിടെ വൈലിൻ്റെ ഉള്ളിൽ എഴുതി കൊടുക്കുന്നത് ഈ കണ്ടീഷൻ ട്രൂ ആയിരിക്കുന്ന അത്രയും തവണ എന്ത് ചെയ്യും, റിപ്പീറ്റഡായിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഇനി ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഫ്ലോ അല്ലെങ്കിൽ ഫ്ലോ ചാർട്ടിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ആദ്യം എന്താ ചെയ്യുക, വൈൽ ലൂപ്പിലേക്ക് എത്തുന്ന സമയത്ത് ഫസ്റ്റ് എന്ത് നോക്കും, വൈൽ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ള ചെക്ക് കണ്ടീഷൻ. ഫസ്റ്റ് എന്താ നോക്കുക, കണ്ടീഷൻ ചെക്ക് ചെയ്യുക. അപ്പോൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മളൊരു കാര്യം ഇവിടെ ചെയ്തിരിക്കും, എന്താണ്, ഇനീഷ്യലൈസേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. ഈ ലൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന വേരിയബിളിനെ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തിരിക്കണം. എന്നിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യുക, കണ്ടീഷൻ ചെക്ക് ചെയ്യുക. കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോഴാണ് അതിൻ്റെ വാല്യൂ ആ പറഞ്ഞ കണ്ടീഷൻ ആയോ എന്നുള്ളത്, എത്ര വരെയാണോ വേണ്ടത് അതായോ എന്നുള്ളത് നോക്കണത്. ആണെങ്കിൽ അതിൻ്റെ വാല്യൂ ട്രൂ ആണെങ്കിൽ, കണ്ടീഷൻ്റെ വാല്യൂ ട്രൂ ആണെങ്കിൽ എന്താ ചെയ്യുക, ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ എഴുതിയ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും. ആ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്തിനുള്ളതായിരിക്കും, ഈ ലൂപ്പ് കൺട്രോൾ വേരിയബിളിനെ ഇൻക്രിമെൻറ്റ് ചെയ്യാനോ ഡിക്രിമെൻറ്റ് ചെയ്യാനോ ഉള്ളതായിരിക്കും. എന്നെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതായത് വീണ്ടും എങ്ങോട്ടാണ് പോണത്, വീണ്ടും ആ കണ്ടീഷൻ ചെക്ക് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ വീണ്ടും ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും, ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും ചെയ്യാനുണ്ടാവും. അപ്പോൾ വീണ്ടും അതിൻ്റെ വാല്യൂ മാറുമ്പോൾ വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും. ട്രൂ ആണെങ്കിൽ വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും. ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ഏതുവരെ,
ഈ ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ വാല്യൂ ലാസ്റ്റ് ഫൈനൽ വാല്യൂ എത്തി ആ കണ്ടീഷൻ ഫോൾസ് ആവുന്നത് വരെ ഈ സംഭവം സ്റ്റേറ്റ്മെൻറ്റുകൾ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഏരോ ഇട്ടിട്ട് നമ്മളിങ്ങനെ ലൂപ്പ് കറങ്ങണ കാണിക്കണില്ലേ. ഇനി എപ്പോഴാണ് ഇതൊന്ന് പുറത്തേക്ക് എടുക്കുക? ഫോൾസ് ആവുമ്പോൾ, ഈ കണ്ടീഷൻ തെറ്റുമ്പോൾ മാത്രം ഈ ലൂപ്പ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിക്ക് എന്ത് ചെയ്യും? പ്രോഗ്രാം കൺട്രോൾ ജമ്പ് ചെയ്യും ലൂപ്പ് ടെർമിനേറ്റ് ചെയ്തിട്ട്. ഇനി വർക്കിംഗ് ഓഫ് വൈൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, വീണ്ടും ഒന്നും കൂടി പറയാം. അതായത് ആദ്യം എന്താ നടക്കുക? കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിലാണ് ബോഡി ഓഫ് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇനി ഒരു തവണ ആഫ്റ്റർ എക്സിക്യൂഷൻ ഓഫ് ബോഡി ഓഫ് ലൂപ്പ് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കണ്ടീഷൻ എഗെയിൻ ഇവാലുവേറ്റഡ് വീണ്ടും ചെക്ക് ചെയ്യും. അത് വീണ്ടും ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും? ബോഡി ഓഫ് ലൂപ്പ് വീണ്ടും ഒരു തവണയും കൂടി എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. ഇനി ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും ഏത് വരെ? ഈ കണ്ടീഷൻ ഫോൾസ് ആവുന്നത് വരെ. എപ്പോഴാണോ ഈ കണ്ടീഷൻ ഫോൾസ് ആവുന്നത് അപ്പോൾ ലൂപ്പ് ടെർമിനേറ്റ് ചെയ്യും. ലൂപ്പ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് അത്രയും തവണ അങ്ങനെ ലൂപ്പിൻ്റെ ഉള്ളിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് റിപ്പീറ്റഡ് ആയിട്ട് നടക്കുക ചെയ്യുക. കണ്ടീഷൻ ഫോൾസ് ആയാൽ അപ്പോൾ എന്ത് ചെയ്യും? ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. ഇനി ഇതിന് നമുക്കൊരു എക്സാമ്പിൾ പ്രോഗ്രാം പറയാം. അതായത് ഒരു ഫസ്റ്റ് n നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ n എന്ന് പറയുന്നത് എത്രയാവാം? നമ്മൾ റൺ ചെയ്യുമ്പോൾ 10 കൊടുത്താൽ 10 നമ്പർ പ്രിൻ്റ് ചെയ്യും, 5 കൊടുത്താൽ 5 നമ്പർ പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് n നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ആദ്യത്തെ വരി നിങ്ങൾക്കൊക്കെ അറിയാം എന്താണ്? # IOStream. ഞാനിവിടെ ലിനക്സിലാണ് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് .h വേണ്ട, # IOStream. രണ്ടാമത്തെ വരി നിങ്ങൾക്ക് അറിയാം എന്താണ്? ലിനക്സിൽ ചെയ്യുമ്പോൾ യൂസിങ് നെയിം സ്പേസ് std സെമിക്കോളൻ. മൂന്നാമത്തെ വരി നിങ്ങൾക്ക് അറിയാം എന്താണ്? ഇൻറ്റ് സ്പേസ് മെയിൻ 2 ബ്രാക്കറ്റ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ലൈനിൽ കേളി ബ്രേസ് ഇട്ട് നമ്മുടെ പ്രോഗ്രാം എഴുതാൻ തുടങ്ങുകയാണ്. അപ്പോൾ പ്രോഗ്രാം എഴുതുമ്പോൾ ആദ്യത്തെ വരി എന്തായിരിക്കും? നമ്മൾ ഈ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന വേരിയബിൾ ഏതൊക്കെയെന്നുള്ളത് നമ്മൾ ഡിക്ലെയർ ചെയ്യുക. അപ്പോൾ ഒരു ലൂപ്പ് ഉപയോഗിക്കുന്ന എല്ലാ പ്രോഗ്രാമിലും നമുക്ക് ലൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു വേരിയബിൾ വേണം. അപ്പോൾ നമ്മൾ എളുപ്പത്തിന് ആണ് ഉപയോഗിക്കുക. അപ്പോൾ എന്നുള്ള വേരിയബിൾ എന്തായാലും വരും. പിന്നെ n നമ്പേഴ്സാണ് പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ n-ൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനും ഒരു വേരിയബിൾ വേണം. അപ്പോൾ ഇവിടെ നമുക്ക് 2 വേരിയബിൾ നിർബന്ധമായിട്ടും വേണം. ഈ രണ്ടും എന്താണ്? നമ്പർ ടൈപ്പ് ആയതുകൊണ്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ എന്ത് കൊടുക്കുക? ഇൻറ്റ് എഴുതുക. അപ്പോൾ ഇൻറ്റ് സ്പേസ് i, n കൊടുത്തു. എന്തിനാണ്? ലൂപ്പിനെ കൺട്രോൾ ചെയ്യാനുള്ള വേരിയബിൾ. n എന്താണ്? എത്ര നമ്പറാണ് വേണ്ടതെന്നുള്ളതിൻ്റെ എണ്ണം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് നമുക്ക് എന്ത് ചെയ്യണം? n എത്ര എന്നുള്ളത് റീഡ് ചെയ്യണം. ഇവിടെ ഒരു വാല്യൂ നമുക്ക് റീഡ് ചെയ്യേണ്ട ആവശ്യമുള്ള എന്താണ്? n-ൻ്റെ വാല്യൂ. n എത്രയെന്ന് റീഡ് ചെയ്താൽ അത്രയും നമ്പർ നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നേ, ഒരു വേരിയബിൾ റീഡ് ചെയ്യണതിൻ്റെ തൊട്ട് മുമ്പ് അതെന്താണെന്നുള്ളൊരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി cout സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കണം എന്നും. അപ്പോൾ ഞാൻ എന്താ എഴുതുക? cout ലെസ് കോഡ്സിൻ്റെ ഉള്ളിൽ എൻ്റർ ദ വാല്യൂ ഓഫ് n കൊടുത്തു. അത് കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക? cn ഉപയോഗിക്കുക. അപ്പോൾ ഒരു മെസ്സേജ് അങ്ങനെ വന്നു. ഇനി cn എന്ന് പറയുമ്പോൾ എനിക്കൊരു വാല്യൂ എന്താവും? റീഡാവും. അപ്പോൾ നിങ്ങൾ 5 കൊടുത്താൽ 5, 10 കൊടുക്കണമെന്ന് വെച്ചെങ്കിൽ 10 എന്നുള്ള വാല്യൂ റീഡാവും. ഇനി ഞാൻ എന്ത് ചെയ്തു? ലൂപ്പ് കൺട്രോൾ വേരിയബിളിനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വാല്യൂ ആദ്യം ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കണം ഒരു ലൂപ്പിൽ എന്ന്. അപ്പോൾ ഞാൻ അവിടെ ഐയുടെ വാല്യൂ ഇപ്പോൾ n നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്പർ എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലേ? അപ്പോൾ i = 1 എന്നുള്ള ഇനീഷ്യൽ വാല്യൂ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു. അതിനാണ് ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ ഇവിടെ എഴുതാം, അതല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യണോർത്തും എഴുതാം. ഇൻറ്റ് n, i എന്ന് പറയുന്നിടത്തും i = 1 എന്നുള്ളത് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ലൂപ്പ് തുടങ്ങണതിൻ്റെ while i <= n എഴുതുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ എന്ത് കൊടുത്തു? i = 1 എന്നുള്ള ഇനീഷ്യലൈസ് ചെയ്തു. അതെന്തിനാണ്? എനിക്ക് അത്രയും 1 മുതലാണ് ഇവിടെ തുടങ്ങേണ്ടത്. ഇനി അത് കഴിഞ്ഞാൽ ലൂപ്പ് തുടങ്ങുകയാണ്. ലൂപ്പ് എങ്ങനെയാണ്? while ലൂപ്പ് എഴുതുക? while ബ്രാക്കറ്റിൽ കണ്ടീഷൻ. ഇനി ഇവിടെ എന്തായിരിക്കണം ഞാൻ കൊടുക്കേണ്ട കണ്ടീഷൻ? ഐയുടെ വാല്യൂ ഇപ്പോൾ 1 ആണ്. എനിക്ക് എത്ര നമ്പറാണ് പ്രിൻ്റ് ചെയ്യണത്? i n ആവുന്നത് വരെയുള്ള നമ്പറുകൾ പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കണ്ടീഷൻ എഴുതി while i < n. അതായത് ഈ ലൂപ്പ് എത്ര തവണ നടക്കണം? i n-നേക്കാളും ചെറുതും ഈക്വലും ആവുന്നത് വരെ ലൂപ്പ് വർക്ക് ചെയ്യണം. എപ്പോഴാണോ n-നേക്കാളും ഗ്രേറ്റർ ആവണത് അപ്പോൾ എനിക്കിവിടെ സ്റ്റോപ്പ് ആവണം. അപ്പോൾ n-നേക്കാളും വലിയ നമ്പർ എനിക്ക് വേണ്ട. n ആവുന്നത് വരെയുള്ള നമ്പേഴ്സാണ് എനിക്കിവിടെ പ്രിൻ്റ് ചെയ്യേണ്ടത്.
അപ്പോൾ ഞാൻ അവിടെ കൊടുക്കണ കണ്ടീഷൻ എന്താണ്? വൈൽ ബ്രാക്കറ്റിനുള്ളിൽ i ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. ഇനി കേളി ബ്രേസ് ഇട്ടിട്ട് എന്താണ് എനിക്കിവിടെ ചെയ്യേണ്ടത്? n ആവുന്നത് വരെ എന്താ ചെയ്യേണ്ടത്? ഓരോ ഐനെ എനിക്ക് പ്രിൻ്റ് ചെയ്യണം. ഐയിലിപ്പോൾ ഒന്നുണ്ടെങ്കിൽ ഒന്ന് പ്രിൻ്റ് ചെയ്യാം, അടുത്ത ഐ രണ്ടാകുമ്പോൾ രണ്ട് പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? സി ഔട്ട് ഐ. സി ഔട്ട് ഐ എന്ന് പറയുമ്പോൾ ഐയുടെ വാല്യൂ ഇപ്പോൾ എന്തായിരുന്നു? i ഈക്വൽ ടു 1 ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ 1 എന്നുള്ള വാല്യൂ എനിക്ക് പ്രിൻ്റ് ചെയ്യും. ഇനി ഞാനൊരു /t ഇട്ടിട്ടുണ്ട്. /t ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, സ്പേസ് ഇടാൻ വേണ്ടിയിട്ടാണ് /t. അപ്പോൾ ഒന്ന് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്പേസ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ലെസ് ദാൻ ഇട്ടിട്ട് /t എഴുതിയ ഒരു സ്പേസ് ഇടും. /n എന്തിനായിരുന്നു? പുതിയ ലൈനിലേക്ക് പോകാൻ. /t ഒരു സ്പേസ് ഇടാം. അപ്പോൾ 1 എന്നുള്ള നമ്പർ എനിക്കിപ്പോൾ ഇവിടെ സ്ക്രീനിൽ പ്രിൻ്റ് ചെയ്ത് വന്നു. ഇനി എന്ത് ചെയ്യണം? ഐയുടെ വാല്യൂവിനെ ഞാൻ എന്ത് ചെയ്യണം? ഇൻക്രിമെൻ്റ് ചെയ്യണം അല്ലെങ്കിൽ ഡിക്രിമെൻ്റ് ചെയ്യണം. ഈ കേസിൽ എനിക്ക് എന്താ ചെയ്യേണ്ടത്? ഇൻക്രിമെൻ്റ് ചെയ്യുക വേണ്ടത്. n ആവുന്നത് വരെ കൂട്ടി പോവുക. അപ്പോൾ അടുത്ത വരിയിൽ ഞാൻ i++ എന്ന് എഴുതി. i++ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നേ, ഇൻക്രിമെൻ്റ് ഓപ്പറേറ്ററാണ് ++. ++ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? i ഈക്വൽ ടു i+1 എന്നാണ് ചെയ്യുന്നത്. അപ്പോൾ i++ പറഞ്ഞാൽ i ഈക്വൽ ടു i+1. ഐയുടെ വാല്യൂ ഇപ്പോൾ 1 കൂടി. അപ്പോൾ i 1 ആയിരുന്നു, അപ്പോൾ ഐയുടെ വാല്യൂ എന്തായി മാറിയിട്ടുണ്ടാവും? 2 ആയിട്ടുണ്ടാവും. ഇനി എന്താ എനിക്ക് ചെയ്യേണ്ടത്? കണ്ടീഷൻ ചെക്ക് ചെയ്യണം. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n അല്ലേ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഞാൻ കേളി ബ്രേസ് അവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ 2 ലൈൻ മാത്രമാണ് എനിക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് റിപ്പീറ്റഡ് ആയിട്ട്. ഐ പ്രിൻ്റ് ചെയ്യുന്നതും ഐയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യണം. ഈ 2 ലൈൻ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നടക്കും. ഏത് വരെ? ഈ കണ്ടീഷൻ തെറ്റുന്നത് വരെ. എന്താണ് ഇവിടുത്തെ കൊടുത്തുള്ള കണ്ടീഷൻ? ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആവണോ എന്നുള്ളത്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 5 കൊടുത്താൽ 5 ആവുന്നത് വരെ ഈ ഉള്ളിലുള്ള ഐ പ്രിൻ്റ് ചെയ്യും, ഐയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആവും. ഇങ്ങനെ അത് റിപ്പീറ്റഡ് ആയിട്ട് നടക്കും. എപ്പോഴാണോ n ആവുന്നത്, 5 ആവുന്നത്, അപ്പം എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും. ചില കേസിൽ നിങ്ങൾ 100 കൊടുക്കും, അപ്പോൾ 100 ആവുന്നത് വരെ പ്രിൻ്റ് ആവും. ഇനി അടുത്ത ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? നമ്മൾ പ്രോഗ്രാമിൽ എഴുതുന്ന റിട്ടേൺ 0 കേളി ബ്രേസ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ലൂപ്പിൻ്റെ ബ്രാക്കറ്റിൽ ഏത് വരെയാണോ ചെയ്യേണ്ടത് ആ കണ്ടീഷൻ എഴുതുക. അപ്പോൾ ഇവിടേക്ക് n ആവുന്നത് വരെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ i ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. പിന്നെ ലൂപ്പിൻ്റെ മേലെ എന്തെഴുതി കൊടുക്കുക? ഈ ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ തുടക്കത്തിലുള്ള വാല്യൂ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കുക. എനിക്ക് തുടങ്ങേണ്ടത് 1 മുതൽ, അപ്പോൾ ഞാൻ ഐയുടെ വാല്യൂ 1 കൊടുത്തു. പിന്നെ ലൂപ്പിൻ്റെ ഉള്ളിൽ എന്താണോ ചെയ്യേണ്ടത് എഴുതി കൊടുക്കുക. പ്രിൻ്റ് ചെയ്യും ചെയ്യണം, ഇൻക്രിമെൻ്റ് അടുത്ത വാല്യൂ എടുക്കുകയും ചെയ്യണം. അപ്പോൾ ഈ 2 വരിയാണ് ഞാൻ വൈലിൻ്റെ കേളി ബ്രേസിൻ്റെ ഉള്ളിൽ എഴുതി കൊടുത്തത്. ആ 2 വരി റിപ്പീറ്റഡ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരിക? എൻ്റർ ദ വാല്യൂ ഓഫ് n എന്നുള്ള മെസ്സേജ് എഴുതി കാണിച്ചു. അപ്പോൾ ഞാൻ 6 കൊടുത്തു. 6 കൊടുത്താൽ 1 മുതൽ 6 വരെയുള്ള നമ്പറുകൾ എന്ത് ചെയ്യും? പ്രിൻ്റ് ചെയ്ത് കാണിക്കും. ഇനി ഞാനവിടെ 100 കൊടുത്തിരുന്നത് എന്ത് വരും? 1 2 3 എന്ന് പറഞ്ഞിട്ട് 100 വരെ എന്ത് ചെയ്യും? പ്രിൻ്റ് ചെയ്ത് കാണിക്കും. അടുത്ത ലൂപ്പാണ് ഡു വൈൽ ലൂപ്പ്. നമുക്ക് ഡു വൈൽ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വൈൽ ലൂപ്പിൻ്റെ സെയിം ഡെഫിനിഷൻ തന്നെ പറയുന്നത്, ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് യൂസ് ടു എക്സിക്യൂട്ട് എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റഡ്ലി ആസ് ലോങ് ആസ് ദ ഗിവൺ കണ്ടീഷൻ ഈസ് ട്രൂ. എന്താണ് അതിൻ്റെ മീനിങ്? ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റുകളെ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. ഒരു കണ്ടീഷൻ ട്രൂ ആയിരിക്കുന്ന അത്രയും തവണ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡു വൈൽ ലൂപ്പ് ഉപയോഗിക്കുന്നത്. ഇനി ഡു വൈൽ ലൂപ്പ് ഏത് ടൈപ്പ് ലൂപ്പാണ്? ഒരു എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ്. അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇനി വൈലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഡു വൈലുള്ള വ്യത്യാസം വെച്ചെങ്കിൽ, ഈ ലൂപ്പ് അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും നിർബന്ധമായിട്ടും എക്സിക്യൂട്ട് ചെയ്യും. കാരണം എന്താ? കണ്ടീഷൻ അവസാനമാണ് ചെക്ക് ചെയ്യുന്നത്. വൈൽ ലൂപ്പിൽ കണ്ടീഷൻ ആദ്യം ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് അതിൻ്റെ ഉള്ളിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ആവണത്. പക്ഷെ ഡു വൈലിൽ അങ്ങനെയല്ല. ഒരു തവണ അതിൻ്റെ ഉള്ളിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ വർക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ലാസ്റ്റാണ്, അറ്റ് ദ എൻഡ് ഓഫ് ദി ബോഡി ഓഫ് ലൂപ്പിലാണ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യണത്. അപ്പോൾ ഇതിലെന്താണ്? ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് മസ്റ്റ് എക്സിക്യൂട്ട് അറ്റ്ലീസ്റ്റ് വൺസ്. ഒരു തവണയെങ്കിലും ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും എക്സിക്യൂട്ട് ചെയ്യും. കാരണം എന്താ? കണ്ടീഷൻ അവസാനമാണ് ചെക്ക് ചെയ്യുന്നത്. ഈ ഡു വൈലിൻ്റെ സിൻറ്റാക്സ് നോക്കാം. നേരത്തെ വൈൽ ബ്രാക്കറ്റിൽ കണ്ടീഷൻ കേളി ബ്രേസ് ഇട്ട് സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയത്. ഇവിടെ അതിന് പകരം വൈൽ കണ്ടീഷൻ എന്നുള്ള ആ അതിനെ മാത്രം മാറ്റിയിട്ട് അവിടെ എന്തിട്ട് കൊടുക്കും? ഡൂ എന്നിട്ട് കൊടുക്കും. ഡൂ പിന്നെ കേളി ബ്രേസ്. ഈ ബ്രേസ് ക്ലോസ് ചെയ്യണ എവിടെയാണോ അവിടെ എന്തെഴുതി കൊടുക്കും? വൈൽ കണ്ടീഷൻ. അവിടെ ഒരു സെമിക്കോളൻ നിർബന്ധമാണ്. നേരത്തെ വൈൽ കണ്ടീഷനിൽ അവിടെ സെമിക്കോളൻ ഇല്ല.
പക്ഷേ ഇവിടെ ഡു വൈലിൽ എൻഡ് ചെയ്യണോർത്ത് എന്ത് വേണം, ഒരു സെമി കോളൻ വേണം. അപ്പോൾ ഡു വൈലിലെ സിൻറ്റാക്സ് എങ്ങനെ വരിക, ഡു ബ്രേസിൻ്റെ ഉള്ളിൽ റിപ്പീറ്റ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റുകൾ എഴുതി കൊടുക്കും. ഇനി ബ്രേസ് ക്ലോസ് ചെയ്യണ അവിടെ എന്ത് എഴുതി കൊടുക്കും, വൈൽ ബ്രാക്കറ്റിൽ കണ്ടീഷൻ പിന്നെ സെമി കോളൻ ഇട്ട് കൊടുക്കും. ഇതിൻ്റെ വർക്കിംഗ് കാണിക്കാൻ വേണ്ടി ഞാൻ ആ ഫ്ലോ ചാർട്ടിൻ്റെ ഭാഗം കാണിച്ചിട്ടുണ്ട്. ആദ്യം ഡു, പിന്നെന്താ ചെയ്യുക, സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യും. ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ എന്ത് പറഞ്ഞിട്ടുണ്ടാവും, ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻറ്റിന് പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ ഡൂവിൻ്റെ മുന്നേ എന്ത് പറഞ്ഞിട്ടുണ്ടാവും, ഇനീഷ്യലൈസേഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടാവും. ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ തുടക്കത്തിലുള്ള വാല്യൂ കൊടുക്കണം. ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വേരിയബിളിൻ്റെ വാല്യൂ മാറും. അത് വെച്ചിട്ട് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അതിൽ വീണ്ടും കൺട്രോൾ വേരിയബിളിൻ്റെ വാല്യൂ മാറ്റിയിട്ടുണ്ടാവും. കണ്ടീഷൻ വീണ്ടും ചെക്ക് ചെയ്യും. ഇങ്ങനെ ഈ സംഭവം ഇങ്ങനെ ഇടത് ഭാഗത്തുള്ള റിപ്പീറ്റ് ചെയ്ത് നടക്കും. ഏതുവരെ, എപ്പോഴാണോ ഈ കണ്ടീഷൻ ഫോൾസ് ആവുന്നത്, ഫോൾസ് ആയിക്കഴിഞ്ഞാൽ ലൂപ്പ് സ്റ്റോപ്പ് ചെയ്തിട്ട് ലൂപ്പ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇതിൻ്റെ നമ്മൾ വർക്കിംഗ് ഞാൻ പറഞ്ഞതാണ്, വീണ്ടും ഒന്നും കൂടി പറയാം. ആദ്യം എന്താ നടക്കുക, ഫസ്റ്റ് ബോഡി ഓഫ് ലൂപ്പ് ഈസ് എക്സിക്യൂട്ടഡ് വൺസ്. ബോഡി ഓഫ് ലൂപ്പ് ആദ്യം ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യും. പിന്നെന്താ നടക്കുക, ബോഡി ഓഫ് ലൂപ്പിൻ്റെ എൻഡിൽ കണ്ടീഷൻ, വൈൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിൽ എഴുതിയ കണ്ടീഷൻ എന്ത് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ വീണ്ടും ബോഡി ഓഫ് ലൂപ്പ് ഒരു തവണയും കൂടി എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ഇനി ഈ പ്രോസസ്സ് എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്യും. ഏതുവരെ, എപ്പോഴാണോ കണ്ടീഷൻ ഫോൾസ് ആവുന്നത് ആ ഫോൾസ് ആവുന്നത് വരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ഫോൾസ് ആയ ലൂപ്പ് ടെർമിനേറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ലൈൻ ഏതാണോ അത് എക്സിക്യൂട്ട് ചെയ്യും. ഇനി നേരത്തെ പറഞ്ഞ അതേ പ്രോഗ്രാമിനെ നമുക്ക് ഡു വൈൽ ലൂപ്പ് വെച്ച് പറയാം. ഫസ്റ്റ് n നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം. അപ്പോൾ ആദ്യത്തെ വരി നിങ്ങൾക്കറിയാം, ആഷ് ഇൻക്ലൂഡ് IO സ്ട്രീം, പിന്നെ യൂസിങ് നെയിം സ്പേസ് std, ഇൻറ്റ് സ്പേസ് മെയിൻ 2 ബ്രാക്കറ്റ് ഇട്ടു, കേളി ബ്രേസ് ഓപ്പൺ ചെയ്തു. നേരത്തെ അതേ കാര്യങ്ങൾ തന്നെ നമുക്കിവിടെ 2 വേരിയബിളാണ് വേണ്ടി വരിക. I എന്നുള്ള ഒരു ലൂപ്പ് കൺട്രോൾ വേരിയബിളും പിന്നെ n, എത്ര നമ്പറാണോ പ്രിൻ്റ് ചെയ്യേണ്ടത് അതിനെ സ്റ്റോർ ചെയ്യാൻ n എന്നുള്ളൊരു വേരിയബിളും. അപ്പോൾ ഞാൻ അതിനെ രണ്ടിനെയും ഇൻറ്റിജറായിട്ട് ഡിക്ലെയർ ചെയ്തു. ഇൻറ്റ് സ്പേസ് I, n കൊടുത്തു. എനിക്ക് ഈ എന്നിൻ്റെ വാല്യൂ ഇത്രയും ഞാൻ റീഡ് ചെയ്യണം. അപ്പോൾ റീഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു പ്രിൻ്റ് ചെയ്യാൻ ഒരു മെസ്സേജ് കൊടുത്തു, സി ഔട്ട് എൻ്റർ ദ വാല്യൂ ഓഫ് n. അത് കഴിഞ്ഞാൽ റീഡ് ചെയ്യാനുള്ള ലൈൻ എങ്ങനെ എഴുതി, സി ഇൻ n കൊടുത്തു. ഇനി ഞാൻ ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ തുടക്കത്തിലുള്ള വാല്യൂ അതിനെ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കണം. അതിന് ഞാൻ എന്ത് കൊടുത്തു, I = 1 കൊടുത്തു. ഇനി നേരത്തെ പ്രോഗ്രാമിൽ ഞാൻ എഴുതിയത് വൈൽ കണ്ടീഷനാണ്. ഇവിടെ അതിന് പകരം എന്ത് എഴുതി കൊടുക്കണം, ഡു ബ്രേസിൻ്റെ ഉള്ളിൽ എന്ത് എഴുതി കൊടുക്കുക, I പ്രിൻ്റ് ചെയ്യാനുള്ള വരി എങ്ങനെയാണ്, സി ഔട്ട് I അല്ലേ, സി ഔട്ട് I, പിന്നെ ലെസ് ദാൻ ഇട്ടിട്ട് എന്ത് കൊടുക്കുക, /t കൂടി കൊടുത്തു. ഇനി ഐയുടെ വാല്യൂ എന്ത് ചെയ്യണം, ഒന്ന് കൂട്ടണം, എന്നെങ്കിലാണ് I രണ്ടാമത്തെ വാല്യൂ ആവുള്ളൂ. അപ്പോൾ I = I+1 എന്നുള്ളതിന് പകരം ഞാൻ I++ എന്നുള്ള എഴുതി. ബ്രേസ് ക്ലോസ് ചെയ്തു, വൈലിന് എഴുതി. വൈലിൻ്റെ ബ്രാക്കറ്റിൽ ഞാൻ അവിടെ എന്ത് കണ്ടീഷനാണ് കൊടുക്കേണ്ടത്, നേരത്തെ കൊടുത്ത അതേ കണ്ടീഷൻ. എന്താ, I <= n. ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്താൽ സെമിക്കോളൻ ഇടണം. അപ്പം നേരത്തെ വൈൽ ലൂപ്പിനെ തന്നെ സെയിം കാര്യം തന്നെ എന്ത് ചെയ്താൽ മതി, വൈൽ എഴുതിയോർത്ത് ഡു എഴുതുക, ബ്രേസ് ഇടുക. ബ്രേസിൻ്റെ ഉള്ളിൽ നേരത്തെ എഴുതിയ അതേ സ്റ്റേറ്റ്മെൻറ്റ് സി ഔട്ട് ഐയും പിന്നെ I++ കൊടുത്തു. ബ്രേസ് ക്ലോസ് ചെയ്യുന്നോർത്ത് ഞാൻ എന്ത് കൊടുത്തു, വൈൽ കണ്ടീഷൻ. എന്താണ് ഇവിടെ കൊടുക്കേണ്ട കണ്ടീഷൻ, n ആയോ, ഐയുടെ വാല്യൂ n ആയോ എന്നുള്ളത്. അപ്പോൾ I <= n. I <= n ആവുന്ന അത്രയും തവണയാണ് ഇവിടെ എന്ത് നടക്കുക, ഈ ലൂപ്പ് കറങ്ങി നടക്കുക. എപ്പോഴാണോ n ആവുന്നത് അപ്പോൾ ഈ ലൂപ്പ് എന്ത് ചെയ്യും, എക്സിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് കൊടുത്തു, റിട്ടേൺ 0, പിന്നെ മെയിൻ്റെ ബ്രേസ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആവുന്നത് വരെ, ആ കണ്ടീഷൻ ഏതാണെന്നുള്ളത് ഞാനിവിടെ എന്ത് ചെയ്തിരിക്കണം, വൈലിൻ്റെ ബ്രാക്കറ്റിൽ പറഞ്ഞിരിക്കണം. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെ വരിക, എൻ്റർ ദ വാല്യൂ ഓഫ് n കൊടുത്തു. അപ്പം ഞാൻ 6 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം എന്ത് ചെയ്യും, 1 മുതൽ 6 വരെയുള്ള 6 നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്ത് കാണിച്ചു. 1 2 3 4 5 6 എന്നുള്ളത് പ്രിൻ്റ് ചെയ്ത് കാണിച്ചു. ഇനി അടുത്ത ലൂപ്പാണ് ഫോർ ലൂപ്പ്.
ഫോർ ലൂപ്പും സെയിം ഡെഫിനിഷൻ തന്നെ പറയാം, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഫോർ ലൂപ്പ് ഈസ് യൂസ് ടു എക്സിക്യൂട്ട് എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റഡ്ലി ആസ് ലോങ് ആസ് ദ ഗിവൺ കണ്ടീഷൻ ഈസ് ട്രൂ. ഒരു കണ്ടീഷൻ ട്രൂ ആയിരിക്കുന്ന അത്രയും തവണ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റുകളെ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നത്. ഈ ഫോർ ലൂപ്പ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ സിറ്റുവേഷൻസ് ഉണ്ട്. അതായത് ചില കേസിൽ നമുക്ക് എണ്ണം കറക്റ്റായിട്ട് അറിയാം, 10 തവണ നടക്കുക, അല്ലെങ്കിൽ 1 മുതൽ 10 വരെയുള്ള നമ്പർ പ്രിൻ്റ് ചെയ്യുക, അങ്ങനെ എണ്ണം കറക്റ്റ് അറിയുന്ന കേസിലാണ് നമ്മൾ ഫോർ ലൂപ്പ് ഉപയോഗിക്കുക. ഫോർ ലൂപ്പ് ഈസ് യൂസ്ഡ് വെൻ വി നോ ദ നമ്പർ ഓഫ് ടൈംസ് ദ ബോഡി ഓഫ് ലൂപ്പ് ഈസ് ടു ബി എക്സിക്യൂട്ടഡ്. വൈലും ഡു വൈലും ഇതുവരെ അല്ലെങ്കിൽ ഇത് ആവുന്നത് വരെ എന്നുള്ള എന്താ പറയുക. ഫോർ ലൂപ്പിൽ കറക്റ്റ് 5 തവണ നടക്കുക, അല്ലെങ്കിൽ കണ്ടീഷൻ 1 മുതൽ 10 വരെയുള്ള നടക്കുക എന്നൊക്കെ പറയുന്ന കേസിലാണ് നമ്മൾ ഫോർ ലൂപ്പ്, എണ്ണം കറക്റ്റ് അറിയുന്ന കേസിൽ ഫോർ ലൂപ്പ് ഉപയോഗിക്കും. ഫോർ ലൂപ്പ് ഏത് ടൈപ്പ് ലൂപ്പാണ്? എൻട്രി കൺട്രോൾ ലൂപ്പാണ്. വൈലും ഫോറും എൻട്രി കൺട്രോൾ ലൂപ്പ്. ഡു വൈൽ ഏത് ടൈപ്പാണ്? എക്സിറ്റ് കൺട്രോൾ ലൂപ്പുമാണ്. ഇനി ഫോറിൻ്റെ സിൻറ്റാക്സ് ചെറിയ വ്യത്യാസമുണ്ട്. വൈലും ഡു വൈലും ബ്രാക്കറ്റിനകത്ത് കണ്ടീഷൻ മാത്രമാണ് ഇവിടെ പറയാം. ഫോറിൽ എങ്ങനെയാണ്? ഇനീഷ്യലൈസേഷനും കണ്ടീഷനും ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻ്റ് ഈ 3 കാര്യങ്ങളും ഫോറിൻ്റെ ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കും. ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ സെമി കോളൻ ഉപയോഗിക്കും. റിപ്പീറ്റ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രം കേളി ബ്രേസിൻ്റെ ഉള്ളിൽ കൊടുക്കും. അപ്പോൾ ഈ വൈലും ഡു വൈലിലൊക്കെ നമ്മൾ വൈൽ എഴുതുന്നതിൻ്റെ മുന്നേ ഇനീഷ്യലൈസേഷൻ വേണ്ടിയിരുന്നു. ഇവിടെ ഫോറിൽ അത് വേണ്ട, ആ ഫോറിൻ്റെ ബ്രാക്കറ്റിൽ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യണതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻറ്റ് വൈലും ഡു വൈലും എവിടെ എഴുതി കൊടുത്തിരുന്നത്? അതിൻ്റെ കേളി ബ്രേസിൻ്റെ ഉള്ളിൽ റിപ്പീറ്റ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റിലാണ് എഴുതി കൊടുത്തിരുന്നത്. ഇവിടെ അതും വേണ്ട. ഇവിടെ ഈ 3 കാര്യങ്ങളും ഒറ്റ ലൈനിൽ ഫോറിൻ്റെ ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. റിപ്പീറ്റ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഫോറിൻ്റെ ബ്രേസിൻ്റെ ഉള്ളിൽ ഇടുന്നത്. അപ്പോൾ ഫോർ ബ്രാക്കറ്റിൽ ആദ്യം ഇനീഷ്യലൈസേഷൻ, സെമി കോളൻ കണ്ടീഷൻ, പിന്നെ എന്താണ് സെമി കോളൻ ഇൻക്രിമെൻറ്റ്. ഇനി കേളി ബ്രേസ് ഇട്ടിട്ട് എന്ത് കൊടുക്കുക? സ്റ്റേറ്റ്മെൻറ്റ്സും കൊടുക്കുക. ഇനി ഫോറിൻ്റെ ഇത് നമ്മുടെ ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഫ്ലോ എന്നുള്ളത് കാണിക്കാനാണ് റൈറ്റ് സൈഡിൽ. ഫസ്റ്റ് എന്താ നടക്കുക? ഇനീഷ്യലൈസേഷൻ, പിന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് നടക്കും? സ്റ്റേറ്റ്മെൻറ്റ്സ് ബോഡി ഓഫ് ലൂപ്പിൽ എഴുതിയ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും. പിന്നെ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻ്റ് നടക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും എങ്ങോട്ട് തന്നെയാണ്? ലെഫ്റ്റ് സൈഡിൽ ആരോട്ടുള്ള എങ്ങോട്ടാണ്? കണ്ടീഷൻ ചെക്ക് ചെയ്യണേക്ക്. അങ്ങനെ ആ സംഭവം ആ ലെഫ്റ്റ് സൈഡിലുള്ള ഇങ്ങനെ കറങ്ങിയിരിക്കും. എപ്പോഴാണ് അത് സ്റ്റോപ്പ് ആവുക? കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ ലൂപ്പ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിക്ക് വരും. ഇനി വർക്കിംഗ് ഓഫ് ഫോർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഇനീഷ്യലൈസേഷൻ നടക്കും. ഇനീഷ്യലൈസേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. പിന്നെന്താ നടക്കുക? വാല്യൂ ഓഫ് കൺട്രോൾ വേരിയബിളിനെ ചെക്ക് ചെയ്യും. കണ്ടീഷൻ പറയുന്ന അതുവരെ നെല്ലേ എന്നുള്ളത് നോക്കും. അത് ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും? സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ബോഡി ഓഫ് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ഇനി അതിന് ശേഷം ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യും അല്ലെങ്കിൽ ഡിക്രിമെൻ്റ് ചെയ്യും. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ഏതുവരെ? ഈ ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ വാല്യൂ ഫോൾസായി അല്ലെങ്കിൽ പറയുന്ന കണ്ടീഷൻ തെറ്റുന്നത് വരെ ഈ ലൂപ്പ് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും. എപ്പോഴാണോ അത് ഫോൾസ് ആവുന്നത് അപ്പോൾ ടെർമിനേറ്റ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഇനീഷ്യലൈസേഷൻ, പിന്നെ എന്ത് ചെയ്യും? കൺട്രോൾ വേരിയബിളിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യണം, കണ്ടീഷൻ ചെക്കിങ്, പിന്നെ കണ്ടീഷൻ്റെ വാല്യൂ അനുസരിച്ച് ബോഡി ഓഫ് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. അത് റിപ്പീറ്റ് ചെയ്യും. പിന്നെ അതിനുശേഷം എന്ത് ചെയ്യും? ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻ്റ് നടക്കും. എന്നിട്ട് വീണ്ടും ഈ സംഭവം റിപ്പീറ്റ് ചെയ്യും. എപ്പോഴാണോ കണ്ടീഷൻ ഫോൾസ് ആവുന്നത് അപ്പോൾ ഈ ലൂപ്പിൽ നിന്ന് എന്ത് ചെയ്യും? ടെർമിനേറ്റ് ചെയ്യും. ലൂപ്പ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇനി ഇതിൻ്റെ പ്രോഗ്രാം നമ്മൾ നേരത്തെ വൈലും ഡു വൈലും പറഞ്ഞ അതേ സെയിം പ്രോഗ്രാമിനെ തന്നെ നമുക്ക് ഫോർ ലൂപ്പ് വെച്ച് ചെയ്യാം. ഒന്നും കൂടി എളുപ്പത്തിൽ നമുക്കിവിടെ ചെയ്യാം. ആദ്യത്തെ വരി എന്താണ്? ആഷ് ഇൻക്ലൂഡ് IO സ്ട്രീം, പിന്നെ യൂസിങ് നെയിം സ്പേസ് STD ഇൻറ്റ് മെയിൻ. അത് കഴിഞ്ഞിട്ട് കേളി ബ്രേസ് ഇട്ടതിന് ശേഷം ഇവിടെ 2 വേരിയബിൾ നമുക്ക് ഡിക്ലെയർ ചെയ്യണം, ഐന് എന്നിന്. അപ്പോൾ അതിനെ ഡിക്ലെയർ ചെയ്യാൻ ഇൻറ്റ് സ്പേസ് I, N. I എന്ന് പറഞ്ഞാൽ ലൂപ്പിനെ കൺട്രോൾ ചെയ്യാനുള്ള വേരിയബിൾ. N എന്ന് പറയുമ്പോൾ എത്ര നമ്പേഴ്സാണ് ഇവിടെ നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത് വെച്ചെങ്കിൽ അതിൻ്റെ എണ്ണം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? Cout വെച്ചിട്ട് എന്നിൻ്റെ വാല്യൂ എത്രയെന്നുള്ള ഒരു മെസ്സേജ് യൂസർക്ക് പ്രിൻ്റ് ചെയ്യിപ്പിക്കണം. അപ്പോൾ Cout എൻ്റർ ദ വാല്യൂ ഓഫ് n എന്നുള്ളത് നമ്മൾ കൊടുത്തു. അത് കഴിഞ്ഞ് n എത്രയെന്ന് റീഡ് ചെയ്യാൻ വേണ്ടി Cin n കൊടുത്തു.
പിന്നെ അതിന് ശേഷം എന്താ ചെയ്യുക, അതിന് ശേഷം നമ്മൾ വൈലിലും ഡു വൈലിലും ഈ ഐയുടെ വാല്യൂ നമ്മൾ ഇനീഷ്യൽ വാല്യൂ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഇനീഷ്യലൈസേഷനാണ് ചെയ്തിരുന്നത്. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഫോർ ലൂപ്പിൻ്റെ ബ്രാക്കറ്റിൽ തന്നെ നേരിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഫോർ ലൂപ്പ് നേരിട്ട് തുടങ്ങി. ഫോർ ഐ ഈക്വൽ ടു 1 സെമിക്കോളൻ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n സെമിക്കോളൻ ഐ പ്ലസ് പ്ലസ് ഇൻക്രിമെൻറ്റോ ഡിക്രിമെൻറ്റോ അതിൽ തന്നെ എഴുതി. ഇനി കേളി ബ്രേസിൻ്റെ ഉള്ളിൽ നമുക്ക് ഒറ്റ ലൈൻ കൊടുത്താൽ മതി. എന്താണ് സി ഔട്ട് എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യുക, ഐ പ്രിൻ്റ് ചെയ്യാനുള്ള ലൈൻ കൊടുക്കുക. സി ഔട്ട് നമ്മൾ ഐ എന്ന് കൊടുത്തു. പിന്നെ സ്ലാഷ് ടി എന്തിനാണ്, ഒരു സ്പേസ് ഇടാൻ വേണ്ടിയിട്ട്. ആ ഒറ്റ ലൈൻ നമുക്ക് കൊടുത്താൽ മതി ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആദ്യം ഇനീഷ്യലൈസേഷൻ നടക്കും, പിന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണോ നോക്കി. n ആണെങ്കിൽ ഐയുടെ വാല്യൂ പ്രിൻ്റ് ചെയ്തു. പിന്നെ എങ്ങോട്ടാണ് വരിക, ഐ പ്ലസ് പ്ലസ് എന്നുള്ള സംഭവമാണ് ചെയ്യുക. ഐ പ്ലസ് പ്ലസ് നടന്നിട്ട് വീണ്ടും ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണോ നോക്കി. ആണെങ്കിൽ എന്ത് ചെയ്യും, ഐ വീണ്ടും പ്രിൻ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ വീണ്ടും ഐ പ്ലസ് പ്ലസ് നടന്നു. പിന്നെ വീണ്ടും ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണോ നോക്കും. അങ്ങനെ ഐ പ്രിൻ്റ് ചെയ്യും. ഇങ്ങനെ ഈ ഒരു സംഭവം റിപ്പീറ്റ് ചെയ്യും. ഇനീഷ്യലൈസേഷൻ മാത്രം ഒരു തവണ നടക്കുന്നത്. ബാക്കി കണ്ടീഷൻ ചെക്കിങ്ങും അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യലും ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻ്റ്, ഈ 3 കാര്യങ്ങൾ ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഏതുവരെ, എപ്പോഴാണോ ഈ കണ്ടീഷൻ ഫോൾസ് ആവുന്നത് അതുവരെ. കണ്ടീഷൻ ഫോൾസ് ആയിക്കഴിഞ്ഞാൽ ഈ ലൂപ്പ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള റിട്ടേൺ 0 എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രോഗ്രാം എൻഡ് ചെയ്തു. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ അതേ ഔട്ട്പുട്ട് തന്നെ, എൻ്റർ ദ വാല്യൂ ഓഫ് എന്ന് കാണിക്കും. അപ്പോൾ നമ്മൾ 6 അല്ലെങ്കിൽ 10 ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അതുവരെയുള്ള നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്ത് കാണിക്കും. അവിടെ 6 ആണ് കൊടുത്തത്. അപ്പോൾ 1 2 3 4 5 6 എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വാല്യൂസ് പ്രിൻ്റ് ചെയ്ത് വന്നു. ഇനി ഇവിടെ നമുക്ക് ഇപ്പോൾ ലൂപ്സ് 3 നമ്മൾ പറഞ്ഞു. വൈല്, ഡു വൈല്, ഫോർ ലൂപ്പ്, 3 ലൂപ്പുകളെ പറ്റി നമ്മൾ പഠിച്ചു. ഇനി ലൂപ്പിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന 2 സ്റ്റേറ്റ്മെൻറ്റാണ് ബ്രേക്കും കണ്ടിന്യൂ. അതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചെങ്കിൽ, ഒരു ലൂപ്പ് സാധാരണ ഫുള്ള് ഇപ്പോൾ ഒരു കണ്ടീഷൻ കൊടുത്താൽ കണ്ടീഷൻ ട്രൂ ആവുന്നത് വരെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട്, എപ്പോഴാണോ കണ്ടീഷൻ ഫോൾസ് ആവുന്നത് അപ്പോൾ മാത്രമാണ് ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവുക. പക്ഷെ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഒരു കേസിൽ നമുക്ക് ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ലൂപ്പ് എൻഡ് ആവുന്നതിന് മുമ്പ് അതിന് എക്സിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഉപയോഗിച്ചാൽ മതി. അതായത് ഈ ഒരു കണ്ടീഷൻ കൊടുത്തിട്ട് ലൂപ്പിനുള്ളിൽ എന്ത് പറയുക, ബ്രേക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ആ n ആവുന്നതിന് മുമ്പേ തന്നെ, ഇപ്പോൾ നേരത്തെ പ്രോഗ്രാമിൽ ഞാൻ പറഞ്ഞു n നമ്പർ ആവുന്ന വരെ ഫസ്റ്റ് n നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ n ഞാൻ 5 കൊടുത്ത 5 വരെ ഉള്ള നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്തിട്ടേ ആ പ്രോഗ്രാം അവിടെ സ്റ്റോപ്പ് ആവുള്ളൂ. അപ്പോൾ അതിന് പകരം എനിക്കിവിടെ ഈ ലൂപ്പിനെ 3 എത്തിക്കഴിഞ്ഞാൽ തന്നെ സ്റ്റോപ്പ് ചെയ്യിക്കണമെങ്കിൽ ഞാൻ എന്ത് കൊടുത്താൽ മതി, ആ ലൂപ്പിൻ്റെ ഉള്ളിൽ ഈ ഐ ഈക്വൽ ടു 3 ബ്രേക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 3 ആയാൽ തന്നെ സ്റ്റോപ്പ് ആവും. പിന്നെ 4ഉം 5ഉം ഒന്നും എന്ത് ചെയ്യാവില്ല, പ്രിൻ്റ് ആവില്ല. അപ്പോൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ടു എന്തിനാണ്, എക്സിറ്റ് ഫ്രം എ ലൂപ്പ്, അല്ലെങ്കിൽ ടു ടെർമിനേറ്റ് എ ലൂപ്പ്, ഒരു ലൂപ്പിനെ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി, അവസാനിപ്പിക്കാൻ. അതായത് കണ്ടീഷൻ ഫുള്ള് കഴിയുന്നത് വരെ അല്ലാണ്ട് അതിന് മുന്നേ ലൂപ്പിനെ സ്റ്റോപ്പ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ലൂപ്പിൻ്റെ ഉള്ളിൽ എഴുതി കൊടുക്കുന്നത്. അതൊരു ഈഫ് ഉപയോഗിച്ചിട്ടാണ്, ഈഫ് ഒരു കണ്ടീഷൻ കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം, ബ്രേക്ക് എഴുതുക. അപ്പോൾ ആ കണ്ടീഷൻ ശരിയായി കഴിഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യും, ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. ലൂപ്പ് എക്സിറ്റ് ആയിക്കഴിഞ്ഞാൽ ലൂപ്പ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ് ടു ടെർമിനേറ്റ് ദ ലൂപ്പ് ഓർ എക്സിറ്റ് ഫ്രം എ ലൂപ്പ്. അടുത്തത് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് എന്താ ചെയ്യുന്നത് വെച്ചെങ്കിൽ, ഇപ്പോൾ ഒരു ഐയുടെ വാല്യൂ 1 മുതൽ 6 വരെയുള്ള നമ്പേഴ്സാണ് ഇവിടെ പ്രിൻ്റ് ചെയ്യുന്നത് നേരത്തെ കേസിൽ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വാല്യൂ ഐ 3 ആവുമ്പോൾ ആ 3യുടെ ഇത് പ്രിൻ്റ് ചെയ്യേണ്ട, 4 മുതൽ പ്രിൻ്റ് ചെയ്താൽ മതി. അതായത് 1ഉം 2ഉം പ്രിൻ്റ് ചെയ്തു, പിന്നെ 4ഉം 5ഉം 6ഉം ആണ് പ്രിൻ്റ് ചെയ്യേണ്ടത് വെച്ചെങ്കിൽ ഞാൻ എന്ത് പറയുക, ഈ ഐ ഈക്വൽ ടു 3 കണ്ടിന്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഐയുടെ ആ വാല്യൂ, ആ കറൻറ്റ് ഐട്രേഷനെ സ്കിപ്പ് ചെയ്തിട്ട് കളഞ്ഞിട്ട്, സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ട് നെക്സ്റ്റ് ഐട്രേഷൻ മുതൽ ആ ലൂപ്പ്
കണ്ടിന്യൂ ചെയ്യും. നെക്സ്റ്റ് ഐട്രേഷൻ എന്ന് പറയുമ്പോൾ ആ 3യുടെ വാല്യൂവിനെ മാത്രം പ്രിൻ്റ് ചെയ്യാണ്ട് 4 വെച്ചിട്ട് അവിടെ എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് സ്കിപ്പ് ദ കറൻറ്റ് ഐട്രേഷൻ ഓഫ് ദി ലൂപ്പ്. ലൂപ്പിൻ്റെ കറൻറ്റ് ഐട്രേഷൻ, ആ ഐയുടെ ഓരോ വാല്യൂ, ഇതിനെ നമ്മൾ ഓരോ ഐട്രേഷൻ എന്നാണ് പറയുക. ആ ഏതെങ്കിലും ഒരു ഐട്രേഷനെ, കറൻറ്റ് ഐട്രേഷനെ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ഐട്രേഷൻ വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ലൂപ്പ് i=1 മുതൽ n വരെ ചെയ്യാണ്. i<= n എന്ന് പറഞ്ഞ കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ പറയുകയാണ് ഇഫ് i=3 ദെൻ ബ്രേസ് ഇട്ടിട്ട് കണ്ടിന്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 3 എന്നുള്ള സ്റ്റെപ്പിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് ലൂപ്പിലത്തെ കാര്യങ്ങൾ നടക്കില്ല. പിന്നെ നെക്സ്റ്റ് 4 മുതലുള്ള കാര്യങ്ങളാണ് അവിടെ പ്രിൻറ്റ് ചെയ്യുക.